ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ ട്രാക്ക്. റിവ്യൂ ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മങ്ങാട്ടി സുസുക്കി മലപ്പുറം ബ്രാഞ്ചിലാണുള്ളത്. ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് 2025 കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ സുസുക്കി ആക്സസ് പുതിയ മോഡലിലോട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ സുസുക്കി ആക്സസിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, എന്തൊക്കെ ഫീച്ചേഴ്സാണ് കമ്പനി അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. നേരത്തെ ഉണ്ടായിരുന്ന BG വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കളർ ചേഞ്ച് ആക്കിയിട്ട് മൊത്തത്തിൽ ഇപ്പോൾ BG കളറിലാണ് ഈ ഒരു ഡിസൈൻ കമ്പനി പുതുതായിട്ട് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. മറ്റൊന്നുമല്ല, നേരത്തെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു പോർഷൻ നമുക്ക് ഒന്നിച്ചുള്ള ഡിസൈൻ ആയിരുന്നു. ഇവിടെ ഈ ഒരു കട്ടിങ് ഉണ്ടായിരുന്നില്ല, അതിന് പകരം 2 കട്ടിങ് ആയിട്ടാണ് ഇപ്പോൾ സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഭാഗം മെറ്റൽ ബോഡിയാണ്, ഇവിടെയും മെറ്റൽ ബോഡിയാണ്, ബാക്കിയെല്ലാം നമുക്ക് ഫൈബർ പാർട്സ് ആയിട്ടാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പോർഷനിലായിട്ടൊരു LED DRL ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ലോഗോ വരുന്നുണ്ട്. നേരത്തെ ഇവിടെ ഒരു ലോഗോ സിംഗിൾ ആയിട്ടായിരുന്നു കടന്നിട്ടുണ്ടായിരുന്നത്, പക്ഷേ അത് ഈ ഒരു ഭാഗത്ത് ഈ ഒരു കട്ടിങ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഒന്നിച്ച് പരന്ന് കിടക്കുന്ന ഒരു ഷേപ്പായിരുന്നു നേരത്തെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നിച്ചുള്ള ഒരു ഹെഡ്ലൈറ്റ് പോർഷനായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു ക്യാപ്പ് പോലെ കുറച്ച് മുന്നോട്ട് തള്ളി നിൽക്കുന്ന രീതിയിലാണ് കമ്പനി പുതിയ വാഹനത്തിനകത്ത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ലൈറ്റിൻ്റെ പൊസിഷനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ലൈറ്റിൻ്റെ ഷേപ്പിന് ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ ഒന്നും കൂടിയും വൈഡ് ആയിട്ടുള്ള ലൈറ്റായിരുന്നു, അതൊന്നും കൂടി ജസ്റ്റ് ഷോർട്ടാക്കിയിട്ടുണ്ട് പുതിയ വാഹനത്തിനകത്ത്. പിന്നെ നമ്മുടെ സൈഡിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് ചെറിയൊരു റിഫ്ലക്ടർ കാര്യങ്ങൾ കമ്പനി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു പൗച്ച് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ സിംഗിൾ സൈഡിലായിട്ടായിരുന്നു പൗച്ച് വന്നിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ 2 സൈഡിലായിട്ടും കമ്പനി പൗച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മൾ വാഹന കയറ്റത്തിലൊക്കെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലോക്കിംഗ് സിസ്റ്റം കമ്പനി ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് കയറ്റത്തിലൊക്കെ നിർത്താനായിട്ട് സാധിക്കും. നേരത്തെ വാഹനത്തിനകത്ത് ബ്ലൂടൂത്ത് വാഹനത്തിനകത്ത് അത് ഉണ്ടായിരുന്നില്ല. ആ ഒരു ഭാഗം ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് കമ്പനി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ലൈറ്റിൻ്റെ കാര്യങ്ങളോട്ട് വരാം. നമുക്കിവിടെ ഡിമാൻഡ് ബ്രൈറ്റ് സ്വിച്ചസ് കാര്യങ്ങൾ, പിന്നെ അതുപോലെ പാസിംഗ് സ്വിച്ച്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇൻഡിക്കേറ്റർ, ഹോൺ, ഇത്രയും കാര്യങ്ങളാണ് ലെഫ്റ്റ് സൈഡിലെ സ്വിച്ചസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നേരത്തെ വാഹനത്തിൽ ഉണ്ടായിരുന്ന അതേ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങൾ ഇതിനകത്ത് അതുപോലെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ചേഞ്ചസ് കാര്യങ്ങളൊന്നുമില്ല. നമുക്കിതിൻ്റെ കീ സെറ്റിൻ്റെ ഭാഗത്തോട്ട് വരാം. നമുക്കിവിടെ ആയിട്ട് നമുക്ക് ഓണും ഓഫും നോർമൽ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നുകൂടി പ്രസ് ചെയ്തിട്ട് നമ്മൾ വലത്തെ സൈഡിലോട്ട് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പെട്രോളിൻ്റെ ടാങ്കിൻ്റെ ആ ഒരു പൊസിഷൻ ഓപ്പൺ ആവും. ഒന്നുകൂടെ പ്രസ് ചെയ്തിട്ട് ഇടത്തോട്ട് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാഹനത്തിൻ്റെ ഹാൻഡ് ലോക്ക് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്, അതുപോലെയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒന്നുകൂടി പിന്നെ നമ്മൾ ഓഫിലോട്ട് ഇട്ടിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്നുകൂടി പ്രസ് ചെയ്ത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സീറ്റ് ഓപ്പൺ ആവുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കീൻ്റെ ആ ഒരു ഭാഗം അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഷട്ടർ ലോക്ക് ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട്. നമുക്ക് ബാക്ക് സൈഡ് വെച്ചിട്ട് ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യാം. ഷട്ടർ ലോക്ക് ഓപ്പൺ ആയി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കീ സെറ്റിൻ്റെ ആ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ബ്ലാക്കിഷ് കളർ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നുകൂടിയും ഒരു സ്റ്റാൻഡേർഡ് ഒരു സ്റ്റൈലിലോട്ട് കമ്പനി ഈ ഒരു പോർഷൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് നമ്മുടെ പുതിയൊരു വാഹനത്തിനകത്ത് കമ്പനി കൊടുത്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ സിംഗിൾ പോർഷനിലായിട്ടായിരുന്നു ഇതിൻ്റെ പൗച്ച് കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ റിഫ്ലക്ടർ കാര്യങ്ങൾ ആ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുതിയ വാഹനത്തിനകത്ത് 2 ഭാഗത്തും റിഫ്ലക്ടർ കാര്യങ്ങളും അതുപോലെ തന്നെ 2 ഭാഗത്തും പൗച്ചും കാര്യങ്ങളും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗത്തും പൗച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പോർഷനിലായിട്ട് നേരത്തെ ഉള്ളതുപോലെ തന്നെ മൊബൈൽ ചാർജിങ്ങിൻ്റെ ആ ഒരു സംവിധാനം അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നേരത്തെ ഉള്ളതുപോലെ തന്നെയാണ് കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. സുസുക്കിയുടെ ഈ ഒരു ആക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലോഗോ നമുക്ക് ഇതിന് അകത്തേക്ക് കുറച്ച് പഞ്ച് ചെയ്തിട്ട് ഉള്ളിലോട്ട് പോയിട്ടുള്ള ആ ഒരു രീതിയിലായിരുന്നു നമ്മൾ തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന വാഹനം ഉണ്ടായിരുന്നത്. അതൊന്നുകൂടി ബൾജ് ചെയ്തിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് പുതിയ വാഹനത്തിനകത്തും ആ ഒരു ലോഗോ, ആക്സസ് പറഞ്ഞിട്ടുള്ള ലോഗോ അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ജസ്റ്റ് ഒരു കട്ടിംഗ് ബോർഡർ പോലെ വരുന്നുണ്ട്. അപ്പോൾ അത് പുതിയ വാഹനത്തിൽ വന്നിട്ടുള്ള ചെറിയൊരു മാറ്റമാണ്. നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലോട്ട് പോകുകയാണെങ്കിൽ നേരത്തെ ഉള്ളതുപോലെ തന്നെ ഒരു കില്ലർ സ്വിച്ച് കാര്യങ്ങൾ, എഞ്ചിൻ സ്വിച്ച് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സെൽഫ് ഇവിടെയാണ് നമുക്ക് വരുന്നത്, ജസ്റ്റ് പ്രസ്സിംഗ് ആണ്, സിമ്പിൾ ടച്ച് പ്രസ്സിംഗ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ഹസാർഡ് ലൈറ്റ് വരുന്നുണ്ട്. നേരത്തെ ആ വാഹനത്തിനകത്ത് അതുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ റൈറ്റ് സൈഡിലെ സ്വിച്ചസ് എന്ന് പറയുന്നത്. നമ്മൾ ഫ്യൂവൽ ഓപ്പൺ ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ നേരത്തെ കുറച്ച് ബൾജ് ചെയ്ത് നിന്നിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലായിരുന്നു നമ്മുടെ ആ ഒരു ഫ്യൂവലിൻ്റെ ആ ഒരു ടാങ്കിൻ്റെ പോർഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അത് കുറച്ച് ഉള്ളിലോട്ട് പോയിട്ട് നമുക്ക് ആ ഒരു ഏരിയ കാണാത്ത വിധത്തിലായിട്ടുണ്ട് പുതിയൊരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള പൊസിഷനിൽ, ഇപ്പോൾ ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള പൊസിഷനിലാണ് നിൽക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്നുകൂടി പ്രസ് ചെയ്തിട്ട് വലത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ടാങ്കിൻ്റെ പൊസിഷൻ ഓപ്പൺ ആയിട്ട് ഇത് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു ഭാഗം നോക്കാം. ജസ്റ്റ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കിവിടെ നമ്മൾ കാറിലൊക്കെ ഉള്ളതേ പോലെ തന്നെ ആ ഒരു സിസ്റ്റമാണ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതൊന്നും കൂടി ഭംഗിയുള്ള രീതിയിലാണ് കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മറ്റേത് ഇങ്ങനെ തള്ളി നിന്നിട്ട് ഒരു ബോറായിട്ടൊക്കെ നേരത്തെ തോന്നിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ക്ലോസിംഗ് ആണ്, വലിയ ടൈറ്റ് ആവലും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് സിമ്പിളായിട്ട് തന്നെ ക്ലോസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ
ഈ ഒരു ഭാഗം കുറച്ച് പരന്നിട്ട് ഉള്ളൊരു ഡിസൈനായിരുന്നു കമ്പനി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒഴുകി വന്നിട്ടുള്ള രീതിയിൽ വലിയ ലൈറ്റായിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ 3 ലൈറ്റുകളോട് കൂടി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി മനോഹരമായ രീതിയിൽ തന്നെ കമ്പനി ഇതിനകത്ത് ഈ ഒരു വാഹനത്തിനകത്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തന്നെ ബാക്ക് സൈഡ് വശം വന്നിട്ട് നമുക്ക് സുസുക്കി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റിക്കറും ഇവിടെ കമ്പനി കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഉള്ള പോലെ തന്നെ നമുക്ക് 2 സൈഡിലും ആക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെയിം ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ CP സുസുക്കി എക്കോ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നെയിം ബാഡ്ജും കമ്പനി കൊടുത്തിട്ടുണ്ട്. സുസുക്കി E20 കാറ്റഗറിയിലോട്ട് വന്നിട്ടുള്ള വാഹനമാണ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ പുതിയൊരു വാഹനം കമ്പനി ഇതിനകത്ത് നമുക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകതകൾ കാര്യങ്ങളെന്ന് പറയുന്നത്. നമുക്കിപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ ഈ വീഡിയോക്കകത്ത് ആഡ് ചെയ്യാം. വാഹനം ടോട്ടൽ നമുക്ക് 124 cc ആണ് വരുന്നത്. 125 എന്ന് റൗണ്ട് ഓഫ് ചെയ്ത് പറയുന്നതെന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ മാക്സിമം പവർ 8.6 bhp ഇൻറ്റു 6750 RPM ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ടോട്ടൽ bhp കാര്യങ്ങളും വരുന്നത്. പിന്നെ അതുപോലെ തന്നെ മാക്സിമം ടോർക്ക് 10 Nm 5500 RPM ആണ്. ടോട്ടൽ മൈലേജ് നമുക്ക് നിലവിൽ 55 to 65 വരെ നമുക്ക് ഒരു വാഹനത്തിനകത്ത് കസ്റ്റമർ റിവ്യൂ വരുന്നുണ്ട്. നിലവിൽ നമുക്ക് 2025 വാഹനത്തിൻ്റെ മൈലേജും കാര്യങ്ങളൊക്കെ സെയിം ആസ് തന്നെ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും കമ്പനി വാഹനത്തിനകത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് സെയിം മൈലേജ് തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിനും എക്സ്പെക്റ്റ് ചെയ്യാം. വാഹനത്തിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. പിന്നെ അതുപോലെ തന്നെ റിയർ സസ്പെൻഷൻ സ്വിംഗ് ആമാണ്. അതുപോലെ തന്നെ നമുക്കൊരു വാഹനത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ ഡിസ്ക് ബ്രേക്കും അതുപോലെ തന്നെ ബാക്ക് സൈഡ് അലോയ് ഡ്രമ്മും ആയിട്ടാണ് നമ്മളൊരു വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നത്. നോർമലി ഇതൊരു കോംബി ബ്രേക്ക് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 ഭാഗത്തേക്കും ബ്രേക്ക് ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് കമ്പനി ഒരു വാഹനത്തിൻ്റെ ഡിസൈനും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. നിലവിൽ ബ്രേക്കിംഗ് സിസ്റ്റം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ടോട്ടൽ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ കെർബ് വെയിറ്റ് എന്ന് പറയുന്നത് 103 കിലോയാണ്. ഈ വാഹനത്തിൻ്റെ കെർബ് വെയിറ്റ് എന്ന് പറയുന്നത്. സീറ്റ് ഹൈറ്റ് നമുക്ക് 773 mm ആണ് മൊത്തം ഈ വാഹനത്തിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് 160 mm ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഓവറോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 1870 mm ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഓവറോൾ ലെങ്ത്ത് എന്ന് പറയുന്നത്. ടോട്ടൽ വാറണ്ടി നമുക്ക് നിലവിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് 2 വർഷമാണ്. സ്റ്റാൻഡേർഡ് ഓഫ് വാറണ്ടി 24,000 കിലോമീറ്റർ. ഇതിനകത്ത് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് വാറണ്ടി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 10 വർഷം വരെ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് വാറണ്ടി ചെയ്ത് നിങ്ങൾക്ക് 1,00,000 കിലോമീറ്റർ വരെ നമുക്കിതിനകത്ത് ആഡ് ചെയ്യാനുള്ള സംവിധാനം കമ്പനി കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 5 ലിറ്ററാണ് ടോട്ടൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. നമുക്ക് മിനിമം ഒരു 1.5 ലിറ്റർ പെട്രോളെങ്കിലും നമ്മൾ ഈ ഒരു വാഹനത്തിനകത്ത് കീപ്പ് ചെയ്തിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഫ്യൂൽ ഇഞ്ചക്ടർ എല്ലാ വാഹനങ്ങളിലും നമുക്ക് മിനിമം പെട്രോൾ ലെവൽ കീപ്പ് ചെയ്യേണ്ടതാണ്. ഒരു 2 ലിറ്ററെങ്കിലും മിനിമം നമ്മൾ ഈ ഒരു വാഹനത്തിനകത്ത് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഇതിൽ 5 കട്ട പോലെ കാണിക്കും നമ്മുടെ ഫ്യൂവലിൻ്റെ ആ ഒരു സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് ഒരു കട്ട നമുക്കിങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന രീതിയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു വാഹനത്തിനകത്ത് നിലവിൽ പെട്രോൾ അടിക്കേണ്ടതാണ്. ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഫ്യൂൽ ഇഞ്ചക്ടർ എല്ലാ വാഹനത്തിലും നിങ്ങൾ ആ രീതിയിലാണ് ഫ്യൂൽ കാര്യങ്ങൾ കീപ്പ് ചെയ്യേണ്ടത്. നമുക്ക് ഈ ഒരു ഭാഗത്ത് കണ്ടോ, നമുക്കിവിടെ മുകളിലായിട്ട് പെട്രോൾ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്, താഴെ വാഹനത്തിൻ്റെ ഹീറ്റിംഗ് കാണിക്കുന്നുണ്ട്. അപ്പോൾ പെട്രോളിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ നിലവിൽ നമ്മൾ 3 കട്ട ലെവൽ പെട്രോൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു കട്ട ലാസ്റ്റ് ഒരു കട്ട വരെ നമുക്ക് പെട്രോൾ മിനിമം നമ്മൾ കീപ്പ് ചെയ്യാം. ഓവറോൾ നമുക്ക് ബ്ലിങ്ക് ചെയ്യാനുള്ളൊരു ഇടം നമ്മൾ വരുത്തരുത്. അപ്പോൾ ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഡിജിറ്റൽ മീറ്ററിനെ കുറിച്ച് കമ്പനി ആഡ് ചെയ്തിട്ടുണ്ട്. മറ്റൊന്നുമല്ല, നമ്മൾ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇവിടെ ആയിട്ട് നമുക്കൊരു റൂട്ട് മാപ്പ് ഇൻഡിക്കേഷൻ വരും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിന് അത്ര ചാർജ് ഉണ്ട്, പിന്നെ വെതർ കാര്യങ്ങൾ, ആവറേജ് മൈലേജസ് കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ടോട്ടൽ കിലോമീറ്റേഴ്സ്, ഹീറ്റിംഗ് എത്രത്തോളം വാഹനം ഹീറ്റ് ആവുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് കാണിക്കും. ഇവിടെ പെട്രോൾ ഇൻഡിക്കേഷൻ വരും, ടൈം കാര്യങ്ങൾ, ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും ടേൺ ബൈ ടേൺ നാവിഗേഷൻ വരെ നമുക്ക് ഒരു വാഹനത്തിനകത്ത് കാണിക്കും. പിന്നെ മൊബൈൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതുപോലെ തന്നെ നമ്മുടെ ഫോണിനകത്ത് സേവ് ചെയ്തിട്ടുള്ള നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്ലേയിൽ അവരുടെ പേര് കാര്യങ്ങൾ എഴുതി കാണിക്കും, ആരാണ് വിളിക്കുന്നത് എന്നുള്ളത്. നമുക്ക് ഇതിനകത്ത് ടച്ച് ചെയ്ത് എടുക്കാനുള്ള സംവിധാനമല്ല, നമുക്കത് അറിയാനുള്ള സംവിധാനം മാത്രമേ കമ്പനി ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. നമുക്ക് ഇനിയൊരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ കീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു 2 വാർണിംഗ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ബ്ലിങ്ക് ചെയ്യും, ഈ യെല്ലോ കളറിൽ. അത് ഓഫ് ആയതിന് ശേഷം നമുക്കിവിടെ 0 എന്ന് പറഞ്ഞിട്ടുള്ള അതിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ബ്രേക്ക് അപ്ലൈ ചെയ്യാം, എന്നിട്ട് സെൽഫ് പ്രസ് ചെയ്യാം. ഇത്ര മാത്രമേ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ, പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഇവിടെ നമ്മൾ സൈഡ് സ്റ്റാൻഡ് തട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സൈഡ് സ്റ്റാൻഡ് സെൻസർ ഉണ്ടായതുകൊണ്ട് തന്നെ വാഹനം നിങ്ങൾ സൈഡ് സ്റ്റാൻഡ് തട്ടാതിരുന്നാൽ വാഹനം സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്യൂൽ കാര്യങ്ങളൊക്കെ പ്രോപ്പറാണോ, മിനിമം ലെവൽ 1 ലിറ്റർ 2 ലിറ്റർ മേൽ പെട്രോൾ ഉണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ചില ആളുകൾ നമുക്ക് വരാറുണ്ട് മൈലേജ് ഷോർട്ടാണ് എന്നുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ കൊണ്ട് ചില ആളുകൾ നമ്മുടെ ഇവിടെ സമീപിക്കാറുണ്ട്. അത് മറ്റൊന്നുമല്ല, നമുക്ക് മിനിമം 1.5-2 ലിറ്ററോളം
ടാങ്ക് ഇതിനകത്ത് കീപ്പ് ചെയ്യും. ആ പെട്രോൾ ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കിട്ടില്ല. കാരണം ഫ്യൂൽ ഇഞ്ചക്ടർ വാഹനം ആയതുകൊണ്ട് മിനിമം പെട്രോൾ ലെവൽ കീപ്പ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ആവറേജ് പെട്രോൾ ഇതിനകത്ത് വേണം എപ്പോഴും. ഒരു 55 to 65 വരെ നമുക്ക് നോർമലി ഈ ഒരു വാഹനത്തിനകത്ത് കസ്റ്റമർ റിവ്യൂസ് കാര്യങ്ങളുണ്ട് മൈലേജിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ആ കാര്യം കൺഫേംഡ് മൈലേജാണ്. നിലവിലുള്ള ഏറെക്കുറെ ഞാൻ അറിയുന്ന എല്ലാ വ്യക്തികൾക്കും ഏറെക്കുറെ ആ റേഞ്ച് മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ യൂസേജ് കാര്യങ്ങളനുസരിച്ചിട്ടാണ് ഡിപ്പെൻഡ് മൈലേജ് കാര്യങ്ങൾ വരുന്നത്. ആ കാര്യം കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ടയർ എന്ന് പറയുന്നത് 12 ഇഞ്ച് ടയേഴ്സാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ 10 ഇഞ്ചിൻ്റെ ടയേഴ്സാണ് വരുന്നത്. നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഏകദേശം 10 കിലോഗ്രാം വരെ നമുക്ക് ഇതിനകത്ത് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ വരുന്നത്. ഏകദേശം 22 IBS ആണ് ഇതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ചേസ് നമ്പർ കാര്യങ്ങൾ കമ്പനി കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കിൽ സീറ്റ് ബെൽറ്റിൻ്റെ കാര്യങ്ങളൊക്കെ സെയിം അതുപോലെ തന്നെയാണ് കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ള, പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. Close till I get up. Time is barely on our side. I don't wanna waste what's left. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് സുസുക്കി ആക്സസിൽ കമ്പനി കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ. നമുക്ക് പുതിയ കളേഴ്സും കാര്യങ്ങളും ഇപ്പോൾ ചില അവൈലബിൾ ആണ്. ബുക്കിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം.